ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. യോഹന്നാൻ 1:18 തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപുത്രൻ എന്ന് മത്തായി 3:17 സ്നാനം മുങ്ങി കരയ്ക്ക് കയറിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് മത്തായി 3:17 പറഞ്ഞു. സ്നേഹസ്വരൂപനായ പുത്രൻ എന്ന് കൊളോസ്യ ലേഖനം 1:13 പറഞ്ഞു. സ്നേഹസ്വരൂപനായ പുത്രൻ എന്ന് കൊളോസ്യ ലേഖനം 1:13. പ്രിയനായവൻ എന്ന് എഫേസ്യ ലേഖനം 1:16. പ്രിയനായവൻ ദൈവത്തിന് തൻ്റെ സഹോദരങ്ങളോടല്ല മക്കളോട് ഏകജാതൻ എന്ന് പറയാൻ പറ്റുന്നു യോഹന്നാൻ 1:18. പ്രിയപുത്രൻ എന്ന് പറയാൻ പറ്റുന്നു മത്തായി 3:17. സ്നേഹസ്വരൂപനായ പുത്രൻ എന്ന് പറയാൻ പറ്റുന്നു കൊളോസ്യ ലേഖനം 1:13. പ്രിയനായവൻ എന്ന് വീണ്ടും വീണ്ടും പറയാൻ പറ്റുന്നു എഫേസ്യ ലേഖനം 1:16 വാക്യം. ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നിന്ന് പിതാവിന് തൻ്റെ പുത്രനോടുള്ള അദമ്യമായ സ്നേഹം വ്യക്തമാണ്. ദൈവത്തിന് ആരോടൊക്കെയാണ് സ്നേഹം? എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഈ വലിയ ചോദ്യത്തിന് ചെറിയ ഉത്തരങ്ങൾ നമ്മൾ പറയുകയാണ്. ദൈവം അവൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. യോഹന്നാൻ 10:17 എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആ തിരുവെഴുത്തുകൾ നമ്മുടെ മനസ്സിൽ വല്ലപ്പോഴും വരേണ്ടതാണ്. കൂടെ കൂടെ വരുന്ന ഉത്തമമാണ്. യോഹന്നാൻ 10:17 വാക്യം, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ യേശു മരിച്ചത് ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നു. കൊടുക്കുന്ന എന്തിനാണ്? വീണ്ടും പ്രാപിക്കുന്നതിന്. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ ജീവനെ മരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ മൃതാവസ്ഥയിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാൻ സമൃദ്ധിയായ ജീവൻ കാൽവരിയിൽ നൽകുവാനുള്ള പുത്രൻ്റെ അനുസരണമാണ് ഇവിടെ കാണുന്നത്. വീണ്ടും ജനിക്കും, യേശു ഉദ്ധാനം ചെയ്യും 3-ാം ദിവസം എന്നത് യേശുവിന് അറിയാം. പക്ഷേ അന്ന് അവിടെ പിടഞ്ഞു മരിക്കുവാൻ മടിയില്ലാതെ അത്രയേറെ വേദന സഹിച്ചുകൊണ്ട് ഒരു മുട്ടുസൂചി നമ്മുടെ കാലിലോ കയ്യിലോ കൊണ്ടാൽ ഹായ് നമ്മൾ എന്തുമാത്രം വേദനിച്ച് കരയുന്നു. എങ്കിൽ അതിദയനീയമായി കാൽവരിയിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു മരിക്കാൻ തയ്യാറാകുന്നത് തൻ്റെ ജീവനെ ഇനിയും തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് മരിക്കാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചതേയില്ല. പിതാവ് അവനെ സ്നേഹിക്കുകയാണ്. പരിധികളില്ലാതെ ആരെയും പഴിക്കാതെ ക്രൂശിൽ അനുസരണം കൊണ്ട് ദൈവസ്നേഹം പ്രദർശിപ്പിക്കുകയാണ്. പിതാവ് വിളിച്ചു പറഞ്ഞു മത്തായി 3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് അത് വന്നു. മത്തായി 3:17 വാക്യത്തിലും മറുരൂപമലയിൽ വെച്ചും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞു. മറുരൂപമല സംഭവം മത്തായി 17 5-ാം വാക്യത്തിലാണ്. മത്തായി 17 5-ാം വാക്യത്തിൽ 2 തവണ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞു. കാൽവരിയിൽ പ്രിയരെ ദൈവനീതി നിവർത്തിക്കുകയാണ്. ദൈവസ്നേഹം പ്രദർശിപ്പിച്ച് ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നവൻ മരിക്കുകയാണ്. ദൈവസ്നേഹം പ്രദർശിപ്പിച്ച് സ്നേഹം പ്രദർശിപ്പിച്ചവൻ മരിച്ചു പോകുന്നു. പണ്ടൊക്കെ പ്രസവത്തോടു കൂടി ചില അമ്മമാർ മരിച്ചിട്ടുണ്ട്. വേണ്ടത്ര ശുശ്രൂഷ അക്കാലത്ത് ശാസ്ത്രീയമായിട്ടില്ലായിരുന്നു. അന്നത്തെ കാലമാണ് ഇന്നെങ്കിൽ കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനും ഏതെങ്കിലും അമ്മമാർ തയ്യാറാവുകയില്ല. പ്രസവിക്കുന്നതോടുകൂടി അമ്മമാർ മരിക്കുമെങ്കിൽ പ്രസവിക്കുവാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കുകയില്ലാത്ത സ്ത്രീകളാണ് കൂടുതലും ഉണ്ടാകാൻ സാധ്യത. കാരണം മരണം അത്ര ഭീകരവും വേദനാജനകവും തിരിച്ചു വരാത്തതുമാണ്. എന്നാൽ ക്രിസ്തുവാകട്ടെ ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു മരിച്ചുവെന്നറിഞ്ഞുകൊണ്ട് പ്രദർശിപ്പിച്ചു. ജോർദാനിൽ സ്നാനമേറ്റപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ഏറ്റുപറയുന്നു. മറുരൂപമലയിൽ യേശുവും ഏലിയാവുമൊത്ത് അവൻ യെരൂശലേമിൽ പ്രാപിക്കാനുള്ള നിര്യാണത്തെക്കുറിച്ചും അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വേദനകളെക്കുറിച്ചുമെല്ലാം സമീപത്ത് വന്ന മോശയും ഏലിയാവും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലൂക്കോസ് 9:31 അങ്ങനെയൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പ്രഖ്യാപിക്കുന്നു പിതാവായ ദൈവം. ആ വലിയ പ്രഖ്യാപനം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഈ 2 സന്ദർഭങ്ങളിലും കർത്താവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിനാണ് പിതാവ് പുത്രൻ ആ സ്നേഹം നമ്മൾ വ്യക്തമാകുന്നത്.
പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ സ്നേഹിക്കുന്ന ദൈവം. ഞാനിപ്പോൾ പറഞ്ഞത് യഹോവയെക്കുറിച്ചാണ്, ദൈവപിതാവിനെക്കുറിച്ചാണ്. പാപിക്ക് വേണ്ടി മരിക്കുന്നതിന് സമ്മതിച്ചു കൊടുത്ത ദൈവം, പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ സ്നേഹിക്കുന്ന ദൈവം, പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ വിധിയാളനാക്കുവാൻ സമ്മതിച്ചു കൊടുക്കുന്ന ദൈവം, പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുന്ന ദൈവം, പാപിക്ക് വേണ്ടി മരിക്കുന്നവനെ കൊണ്ട് കടലിൻ്റെ മുകളിൽ ഫുട്ബോൾ കളിക്കാൻ സമ്മതിച്ചു കൊടുക്കുന്ന ദൈവം, പാപിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് കടലിനെ പിടിച്ചിടുവാനും കൊടുങ്കാറ്റിനെ തളച്ചിടുവാനും സമ്മതിച്ചു കൊടുക്കുന്ന ദൈവം, പാപിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നതുകൊണ്ട് പാപികളെ മാനസാന്തരപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കുന്ന ദൈവം. ദൈവസ്നേഹം, അതാണ് നമ്മുടെ വർണ്ണന വിഷയം. ജീവൻ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് പുത്രനെ സ്നേഹിച്ചു. അതാണ് നമ്മൾ കാണുന്നത് യോഹന്നാൻ 3:35. ജീവൻ കൊടുക്കുന്നത് കൊണ്ടാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത്. വൻ രോഗികളെ സുഖപ്പെടുത്തിയത് കൊണ്ടല്ല, കടലിനെ വിഭജിച്ചതുകൊണ്ടല്ല. പിന്നെയോ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അതാണ് യോഹന്നാൻ 3:35 പറഞ്ഞത്. സകലതും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. യേശുവിൻ്റെ കയ്യിൽ സകലതും കൊടുത്തിരിക്കുകയാണ്. ദാനം കൂടാതെ സ്നേഹമില്ലെന്ന് നമുക്കറിയാം. സകലതും എൻ്റെ പുത്രനെ കൊടുത്ത് ഞാൻ അവനെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 3:35 പറഞ്ഞിരിക്കുന്നത്. ആര് സ്നേഹിച്ചു, ആരെ സ്നേഹിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം സ്നേഹിച്ചു, പുത്രനെ സ്നേഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത്രയ്ക്കധികം സ്നേഹിച്ചു എന്നതിലേക്ക് ഞാൻ വരാം. യോഹന്നാൻ 3:16 അത് പറഞ്ഞിരിക്കുന്നു, ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്ന്. ആ വാക്യത്തിന് ഉദാത്തമായ അർത്ഥഭാവങ്ങളുണ്ട്. ലോകത്തെ സ്നേഹിച്ചു. സംക്ഷിപ്ത ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വചനമാണ് യോഹന്നാൻ 3:16. സുവിശേഷത്തിലെ കാതലാണ് ആ വാക്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ആ വാക്യത്തെ സംക്ഷിപ്ത ബൈബിൾ എന്ന് വിളിക്കേണ്ടവർ വിളിക്കുന്നത്. 6 വാക്കുകൾ ഇതിലുള്ളത് മാനുഷിക വിവരണത്തിന് അപ്രാപ്യമാണ്. 6 വാക്കുകൾ. ഒന്നാമത്തെ വാക്യം ദൈവം, രണ്ടാമത്തെ വാക്യം ഏകജാതൻ, മൂന്നാമത്തെ വാക്യം പുത്രൻ, നാലാമത്തെ വാക്ക് നശിച്ചു പോകാതെ, അഞ്ചാമത്തെ നിത്യജീവൻ, ആറാമത്തെ സ്നേഹിച്ചു. അങ്ങനെയുള്ള 6 വാക്കുകളാണ് യോഹന്നാൻ 3:16 ഈ 6 വാക്കുകളിൽ ബൈബിൾ യഥാർത്ഥത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. കൊടുക്കുക, സ്നേഹിക്കുക എന്ന 2 കാര്യങ്ങളിൽ ബൈബിൾ ചുരുക്കാം. കൊടുക്കുക എന്നും സ്നേഹിക്കുക എന്നും. നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ദാനം നൽകലിലൂടെ ദൈവം നൽകുന്നു, തരലിലൂടെ ദൈവം തരുന്നു, കൊടുക്കലിലൂടെ ദൈവം കൊടുക്കുന്നു. ദൈവം നമ്മുടെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാനിരിക്കുന്നവനല്ല. ദൈവം നമ്മുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാനിരിക്കുന്നവനല്ല. മൂന്നാമതും ഞാൻ പറയട്ടെ, നാലാമതും പറയട്ടെ, ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങുവാൻ ഇരിക്കുന്നവനല്ല. ദൈവം നമ്മുടെ കയ്യിലേക്ക് എല്ലാം തരുവാനിരിക്കുന്നവനാണ്. എന്നാൽ ഏകസത്യം ഇതാണ്, ദൈവം വലിയൊരു ദാതാവാണ്. എത്ര കൊടുത്താലും മതി വരാത്ത വലിയൊരു ദാതാവാണ്. ദൈവം പുത്രനെയാണ് സ്നേഹിച്ചത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, ദൈവം പുത്രനെയാണ് സ്നേഹിച്ചത്. പുത്രത്വം നമ്മൾ ഏറ്റെടുത്താൽ നമ്മളെയും സ്നേഹിക്കും. ദൈവം പുത്രനെയാണ് സ്നേഹിച്ചതെന്ന് യോഹന്നാൻ 3:35 സകലതും പുത്രന് വഴി കൊടുത്തു കളഞ്ഞു. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്ന ജോലി പോലും ദൈവം പുത്രനെ ഏൽപ്പിച്ചു. ഈ പ്രപഞ്ചത്തിന് ശ്വാസം കൊടുക്കുന്ന ജോലി പോലും ദൈവം പുത്രനെ ഏൽപ്പിച്ചു. എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്രയധികമായി ദൈവം പുത്രനെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:35. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഇനി ഞാൻ പറയുന്നത്, ദൈവം എന്നെ സ്നേഹിച്ചു. പൗലോസ് പറയുന്നു, വ്യക്തിപരമായ സ്നേഹത്തിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് ഗലാത്യർ 2:20. തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് ഗലാത്യർ 2:20 വാക്യത്തിൽ തന്നെത്താൻ നൽകിക്കൊണ്ടാണ് ഓരോ വ്യക്തിയെയും ക്രിസ്തു സ്നേഹിച്ചത്. ഇപ്പോഴും ക്രിസ്തു തന്നെത്താൻ നൽകാൻ ഇഷ്ടമാണ്. ആത്മാവായി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് സ്ഥിരമായി ഇവിടെ ഇരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഇനിയോ പ്രാദേശിക സഭയെ കർത്താവ് സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. പ്രാദേശിക സഭയെയും കർത്താവ് സ്നേഹിക്കുന്നു. പ്രാദേശിക സഭകളെ എല്ലാം കർത്താവ് സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിച്ചത് കൂടാതെ, പിതാവ് ലോകത്തെ സ്നേഹിച്ചത് കൂടാതെ, പിതാവ് എന്നെ സ്നേഹിച്ചത് കൂടാതെ പ്രാദേശിക സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് പ്രതിഫലങ്ങൾ നൽകുവാൻ ഉറപ്പാണ്, തയ്യാറാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളിൽ ആ സത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ
19, 20, 21 വാക്യങ്ങളിൽ അവിടുന്ന് അവർക്ക് പ്രാദേശിക സഭയിലെ മക്കൾക്ക് പ്രതിഫലങ്ങൾ നൽകും. അതാണ് ഒരുക്കമാണെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രതിഫലങ്ങൾ നൽകാൻ തയ്യാറാണ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ ദൈവസഭയെ, സാർവത്രിക സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. അതും സത്യമാണ്. പ്രാദേശിക സഭയെ മാത്രമല്ല, സാർവത്രിക സഭയെ, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ ദൈവസഭയെ വളർത്തുവാൻ ക്രിസ്തുവിന് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. സാർവത്രിക സഭയെയും പ്രാദേശിക സഭയെയും കർത്താവ് സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം കല്ലും മണ്ണും തോടും പുഴയും കടലും പക്ഷിമൃഗാദികളും ഒക്കെയുള്ള ഒരു വ്യാപാര ലോകത്തെ എന്നാണോ അർത്ഥം? അങ്ങനെയല്ല അർത്ഥം. പിന്നെയോ വിശ്വസിക്കുന്ന ഏവനും സ്നേഹം കിട്ടുന്നു എന്നതാണ് യോഹന്നാൻ 3:16. വിശ്വസിക്കുന്ന ഏവനും സ്നേഹം കിട്ടുന്നു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാണോ തന്നിൽ, അവർക്കെല്ലാം സ്നേഹം കൊടുക്കാൻ തയ്യാറാണ്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ആ യോഹന്നാൻ 3:16 മറ്റൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണല്ലോ നിത്യജീവൻ. കടുവ എത്ര ക്രൂരനാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും അവന് നിത്യജീവൻ ആവശ്യമില്ല, കാരണം അവനിൽ ആത്മാവില്ല. തിമിംഗലം എത്ര ആരോഗ്യവാനാണെങ്കിലും അവൻ ആത്മാവില്ലാത്തതുകൊണ്ട് അവനും നിത്യജീവൻ ആവശ്യമില്ല. നക്ഷത്രങ്ങളും സൂര്യനും ആത്മാവില്ലാത്ത ഒരു പദാർത്ഥം പോലെ ആയതുകൊണ്ട് നിത്യജീവൻ ഇല്ല അവന്. ലോകത്തിൻ്റെ തെറ്റായ പ്രവണതയെ മാറ്റിക്കൊണ്ട് മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ യേശു എന്നും തയ്യാറാണ്. ദൈവസ്നേഹത്തിൻ്റെ സ്വഭാവം അതാണ് പ്രിയപ്പെട്ടവരെ. തൻ്റെ ഏകജാതനായി ക്രിസ്തുവിനെ നൽകി അത്ര അധികമായി ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. നിങ്ങൾക്കറിയാം, ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനായിരിക്കുന്നു എന്ന്. അതെ, ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രം സൺ ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി, സൂര്യനെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്ന പോലെ മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മതത്തെ വെച്ചിരിക്കുന്നത് മാറ്റിയിട്ട്, രാഷ്ട്രീയത്തെ വെച്ചിരിക്കുന്നത് മാറ്റിയിട്ട്, സമ്പത്തിനെയും സുഖഭോഗങ്ങളെയും വെച്ചിരിക്കുന്നതിനെ മാറ്റിയിട്ട് ക്രിസ്തുവിനെ മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ദൈവിക വശം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ വശം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. അത് പ്രാപിക്കുവാൻ മനുഷ്യൻ്റെ ഭാഗത്തുള്ള കടമ എന്താണ്? ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നും ഏകജാതനായ ദൈവപുത്രനെ ദാനമായി കൊടുത്തു. അതാണ് ദൈവഭാഗത്തുനിന്ന് ചെയ്തത്. എങ്കിൽ മനുഷ്യഭാഗത്തുനിന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. നമ്മൾ അവനിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ ശക്തമായിട്ട് വിശ്വസിക്കാൻ സാധിക്കണം, അതിശക്തമായി വിശ്വസിക്കാൻ സാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം എന്താണ്? ഏകജാതനെ നൽകി. മനുഷ്യൻ്റെ പക്ഷം എന്താണ്? ഏകജാതനെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പക്ഷം നിവർത്തിക്കപ്പെട്ടു. നമ്മുടെ പക്ഷമോ? ദൈവം തന്നെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ആ ദൈവം നൽകിയ പുത്രനെ 100% സ്വീകരിക്കാൻ മാത്രം നമ്മൾ എത്രമാത്രം ശ്രമിച്ചു. ഇവിടെയാണ് മാനസാന്തരം അറിയുക. ദൈവസ്നേഹത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ മാനസാന്തരം ഉണ്ടാകാതെ പോകുന്നത്. പഴയ നിയമത്തിലെ മനോഹരമായൊരു കാവ്യഗ്രന്ഥമാണ് ഇയ്യോബ് അഥവാ ജോബ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനങ്ങളിൽ ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? ഇയ്യോബിൻ്റെ 11-ാം അധ്യായത്തിലെ 7, 8, 9 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത് നിനക്ക് എന്തറിയാം? അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയുമുള്ളത്. ആ തിരുവെടുത്ത് നിങ്ങൾ ഇനിയും വായിച്ചു പഠിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു പഠിക്കണം, ഉണ്ടെങ്കിൽ വീണ്ടും പഠിക്കണം. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? അത്രയേറെ ബുദ്ധിമുട്ടാണെന്നാണ് ഇയ്യോബിൻ്റെ അഭിപ്രായം. സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? പരിമിതമായ തലച്ചോറ് കൊണ്ട് അത് മനസ്സിലാവുകയില്ലെന്നാണ് ഇയ്യോബ് പറയുന്നത്. അത് ആകാശത്തോളം ഉയരമുള്ളത്. ദൈവസ്നേഹത്തിന് ആകാശത്തോളം ഉയരമുണ്ടെന്ന് നിനക്ക് എന്തറിയാം? നീ ആകാശത്തിൽ ചൊട്ടച്ചാൻ നീളമുള്ള കൂടിയാൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു സാധാരണ ഉറുമ്പിനേക്കാൾ ചെറിയൊരു ജീവി. നിനക്ക് ഈ ദൈവത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ഇയ്യോബ് ചോദിക്കുന്നു.
അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയുമുള്ളത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താൽ 500 താഴെ കിലോമീറ്റർ നാഷണൽ ഹൈവേ അത്രയ്ക്കല്ലേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളമുള്ളതാണ്, അത് സമുദ്രത്തേക്കാൾ വീതിയുള്ളതാണ്. അപ്രകാരം അത്യഗാധമാണ്, അപ്രമേയമാണ് ദൈവസ്നേഹം പ്രിയരെ. എങ്കിലും അപ്പസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് എഫേസ്യ ലേഖനം 3 ഈ അഗാധമായ വിശാലമായ ദൈവസ്നേഹത്തെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസിന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ അപ്പസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം എന്നിവ അറിയണമെന്നും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നാം അറിയണമെന്നും അഭിലഷിക്കുന്ന കാര്യമാണ് അപ്പസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്. എവിടെയാണ്? എഫേസ്യ ലേഖനത്തിൽ 3-18-19 വാക്യങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ വീതി, ദൈവസ്നേഹത്തിൻ്റെ ഉയരം, ദൈവസ്നേഹത്തിൻ്റെ ആഴം ഇവ നിങ്ങൾ അറിയണം, നിങ്ങളെ അറിയിപ്പിച്ചു തരും പരിശുദ്ധാത്മാവ് എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ടോ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം, ഒരു പ്രൊഫസറിൻ്റെ പരിജ്ഞാനം കെമിസ്ട്രിയിലോ മാത്തമാറ്റിക്സിലോ ഫിസിക്സിലോ ഏതെങ്കിലും ഒരു വലിയ സബ്ജക്റ്റിൽ അപാരമായ ജ്ഞാനം അയാൾ സമ്പാദിച്ചിട്ടുണ്ടാകും. ഒരു പ്രഗത്ഭനായ ജഡ്ജിയോ അഡ്വക്കേറ്റോ ഒരു വലിയ ഡോക്ടറോ ഒക്കെ അവർക്ക് കുറേ അധികം പരിജ്ഞാനം ഉണ്ടായിരിക്കും. അങ്ങനെ ആർക്കുമുള്ള ഏതു വിധത്തിലുള്ള പരിജ്ഞാനത്തെ കവിയുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. 1 കോടി പ്രൊഫസർമാരുടെ പരിജ്ഞാനത്തെ കവിയുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ നീളം, ആ സ്നേഹത്തിൻ്റെ വീതിയും ഉയരവും ആഴവും, ആ പരിജ്ഞാനത്തോടു കൂടി ജ്ഞാനത്തെ ഈ ദൈവം നിനക്ക് തരാൻ കഴിവുള്ളവനാണ് എന്ന് അത് കിട്ടിയ അപ്പസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്കുള്ള അറിവ് പരിമിതമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇത് തരുന്നവനാണ്. അവനുള്ള അറിവ് ഒരിക്കലും പരിമിതമല്ല. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും തൻ്റെ സ്നേഹത്തിലും നാം വളരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഒരു പ്രസംഗം തല്ലിക്കൂട്ടുവാനോ ഒരു സഭ നയിക്കുവാനോ പറ്റുമായിരിക്കും. വേണ്ടി വന്നാൽ 5-8 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാനോ പ്രസംഗിക്കുവാനോ പറ്റുമായിരിക്കും. അതെല്ലാം സ്വന്തം കഴിവുകളും ജന്മദത്തമായ യോഗ്യതകളും കൂടി ചേർത്ത് കാണാതെ പഠിച്ചും കണ്ടു പഠിച്ചും ഒക്കെയാണ്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ നീളം അളക്കുവാൻ ആർക്ക് പറ്റും? വീതി അളക്കുവാൻ ആർക്ക് പറ്റും? പറ്റുന്ന ഒരാളുണ്ട്, പരിശുദ്ധാത്മാവ്. അതാണ് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റിയാൽ ദൈവസ്നേഹത്തെ പിടികിട്ടും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റണം. യേശു നമുക്ക് അയച്ചു തരും പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, സൂര്യൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? സൂര്യൻ്റെ ചൂട് ഏൽക്കാതെ. സങ്കീർത്തകൻ ആ കാര്യം പറയുന്നുണ്ട് 19:6. സങ്കീർത്തന പുസ്തകം 19:6 സൂര്യൻ്റെ ചൂട് ഏൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. അത് ശരിയാണ്. സൂര്യൻ്റെ ചൂട് മാത്രമല്ല, സൂര്യൻ്റെ പ്രകാശവും എല്ലായിടത്തും എത്തുന്നുണ്ട്. സൂര്യനോട് അടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ ചൂടും വെളിച്ചവും അനുഭവിക്കാനിടയാകും. ആകാശത്തിലേക്ക് ഒരു കഴുകൻ പറന്നു ചെന്നാൽ സൂര്യനോട് അടുക്കും തോറും ചൂടും പ്രകാശവും കൂടുതൽ അനുഭവിക്കാൻ പറ്റും. സ്നേഹമായി ദൈവത്തോട് നമുക്കുള്ള അടുപ്പം അഥവാ നാം പാലിക്കുന്ന അകലം അനുസരിച്ചേ അവിടുത്തെ ചൂടും വെളിച്ചവും നമുക്ക് കിട്ടുകയുള്ളൂ. ദൈവസ്നേഹമാണ്, അഗ്നിയാണ്, ദൈവം ആത്മാവാണ്. എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകന് 3 വയസ്സ് മുതൽ ഫിറ്റ്സ് എന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പം ആ 1 ലക്ഷം വീട് പാസ്റ്റർ മുലക്കട സാറ് സന്ദർശന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരികയും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായിട്ട് പിന്നെ ഇതുവരെ ഫിറ്റ്സ് എന്ന അസുഖം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ദൈവത്തോട് കൂടുതൽ അറിഞ്ഞ് നിൽക്കാനും ഞങ്ങളെക്ക് വേണ്ടി എല്ലാവരും അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കുഞ്ഞ് പിന്നെ ഒരിക്കൽ പോലും അങ്ങനൊരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായിട്ടില്ല. ജീവിതത്തിന് 1000 നന്ദി ഈ നിമിഷം ഞങ്ങൾ പറയുകയാണ്. ഫോൺ നമ്പർ 95 26 58 81 22.
എൻ്റെ ഭർത്താവിൻ്റെ പേര് ബിനോയ് എന്നാണ്. 5-6 മാസമായി നടുവേദനയായിരുന്നു. ഞങ്ങൾ പല ചികിത്സയും ചെയ്തിട്ടും അതൊന്നും നടന്നില്ല. അവസാനം മുല്ലക്കര സാറ് പൊൻകുന്നത്ത് സാറ് വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിൽ വന്ന് ചേരുകയും സാറ് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് സുഖമായി. ഞങ്ങൾക്ക് ഇപ്പോൾ വേദനയില്ല. സാറ് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ കുനിയാനും നൂരാനും ഒക്കെ പറഞ്ഞു. പക്ഷേ നൂരാനും നേരെ നിൽക്കാനും ചാടാനും ഒന്നും പറ്റുകയില്ലായിരുന്നു. സാറ് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ നൂരാനും നീരാനും ചാടാനും ഒക്കെ പറ്റി. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ വന്നതിനും ഞങ്ങൾക്ക് സൗഖ്യം തന്നതിനും ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി, സ്തോത്രം ദൈവമേ. ഫോൺ നമ്പർ 9847 866 704.